ഹരിശരണം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൈതൊഴുന്നേൻ കൃഷ്ണ. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൈതൊഴുന്നേൻ കൃഷ്ണ. കൃഷ്ണഗാഥയുടെ ഒന്നാം ഭാഗത്തിൻ്റെ തുടർച്ച ഇഷ്ടദേവത വന്ദനമാണ്. കൃഷ്ണോൽപത്തി അഥവാ കൃഷ്ണ അവതാരം. കീർത്തിയെ വാഴ്ത്തുവാൻ ഓർത്തു നിന്നിടുമെൻ, ആർത്തിയെ തീർത്തു തുണയ്ക്കണമേ. ദേശികനാഥൻ തൻ പാദങ്ങളേശുമ, പേശലമായൊരു രേണുലേശം. ക്ലേശങ്ങളേശുന്ന പാശങ്ങളേശായ്വാൻ, ആശയം തന്നുള്ളിലാക്കുന്നേ ഞാൻ. ഭഗവാന്റെ രേണുലേശം, ആ പാദരേണു, അതിൽ നിന്ന് ഒരു ലേശം കുറച്ച് ക്ലേശങ്ങളേശുന്ന പാശങ്ങളേശായ്വാൻ, ഈ സംസാരമാകുന്ന ആ പാശം, ആശകളാകുന്ന പാശം, എന്നിൽ ഉണ്ടാക്കുന്ന ആ ക്ലേശങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ഭഗവാന്റെ ആ പാദരേണുക്കൾ എന്നിൽ വർഷിക്കണമേ. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ നാരായണീയത്തിൽ ഭഗവാന്റെ തൃക്കാലടിയുടെ മഹത്വം വർണ്ണിച്ചിട്ടുണ്ട്. യോഗീന്ദ്രാണാം ത്വദംഗേഷു അധികസുമധുരം, മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്വിതരുകിസലയം, നാദധേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ. കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപാൻ, പ്രതിശതു പരമാനന്ദ സന്തോഷലക്ഷ്മീം. വാരണവീരൻ തൻ ആനനം കൈകൊണ്ടു പൂരിച്ച വന്മത വാരിമയിൽ നിന്നു വിളങ്ങുന്ന ദൈവതം തൻ കനിവെന്നും വിളങ്ങുക എന്നിൽ മേന്മേൽ. വാരണവീരൻ തൻ ആനനം കൈക്കൊണ്ട് പൂരിച്ച വന്മതവാരി. ഇവിടെ ഗണപതി വന്ദനമാണ്. ആ ഗണപതി ഭഗവാൻ പൂരിച്ച വന്മതവാരി മെയ്യിൽ നിന്ന് വിളങ്ങുന്ന ദൈവതം തൻ കനിവ്, ആ കനിവ് എന്നും വിളങ്ങുക, എന്നിൽ മേന്മേൽ വിളങ്ങട്ടെ. എങ്കിൽ മാത്രമേ വിഘ്നങ്ങളൊന്നും കൂടാതെ ഈ ഒരു ഗ്രന്ഥം പൂർത്തീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. മുദാകരാത്തമോദകം സദാ വിമുക്തി സാധകം, കലാധരാവധം സകം വിലാസിലോകരക്ഷകം, അനായകൈകനായകം വിനാശിദേവദൈത്യകം, നദാശുഭാശുനാശകം നമാമിതം വിനായകം. ഭാരതീദേവി തൻ ഭൂരിയായുള്ളൊരു കാരുണ്യപൂരവും വേറിടാതെ, നന്മതു പോലുന്ന നന്മൊഴി നൽകുവാൻ തന്മകളഞ്ഞു വിളങ്ങുകെന്നിൽ. ഇനി സരസ്വതി ദേവിയെ വന്ദിക്കുന്നു. ദേവിയുടെ അനുഗ്രഹം കൂടെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് വാക്കുകൾ അത് അങ്ങനെ അനർഗളം പ്രയോഗിക്കുകയുള്ളൂ. അതിന് ദേവിയുടെ അനുഗ്രഹം സദാ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാ കുന്ദേന്ദു തുഷാരഹാരധവള, യാ ശുഭ്രവസ്ത്രാവൃത, യാ വീരവരദണ്ഡമണ്ഡിതകര, യാ ശ്വേതപദ്മാസന, യാ ബ്രഹ്മാച്യുത ശങ്കര പ്രഭൃതിഭിർ ദേവൈ സദാ പൂജിത, സാ മാം പാതു സരസ്വതി ഭഗവതി നിശേഷ ജാഠ്യാബഹ. ഭാരതമായൊരു പീയൂഷരാശിക്കു
കാരണമായൊരു വാരിധിയായി വ്യാസനായുള്ളൊരു മാമുനി തൻ കൃപ ദാസനാമെന്നിൽ പുലമ്പേണമേ. വളരെ ശുദ്ധമായ മലയാളത്തിലായതുകൊണ്ട് തന്നെ പല ഭാഷകളിലും ആ രീതികൾ കുറച്ച് വ്യത്യസ്തമാണ്. ഇവിടെ മഹാഭാരതത്തിൻ്റെ കർത്താവായ വേദവ്യാസ മഹർഷിയെ വണങ്ങുന്നു. കാരണം വ്യാസ മഹർഷി തന്നെയാണ് ശ്രീമദ് ഭാഗവതവും രചിച്ചത്. അങ്ങനെ ആ പീയൂഷ രാശിക്ക്, അമൃത കുംഭത്തിന്, അമൃത കടലിന് കാരണമായ ആ വ്യാസശ്രേഷ്ഠന്റെ കൃപ എന്നിൽ ഉണ്ടാകണമേ. വ്യാസം വശിഷ്ഠനപ്താരം ശക്തേ പൗത്രകൽമഷം പരാശരാത്മജം വന്ദേ ശുഗസാദം തപോനിധിം. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. മൂഢത കൊണ്ടു ഞാൻ ഏതാനും ഉണ്ടിന്നു കാടായി ചൊല്ലുവാൻ ഭാവിക്കുന്നു. ഭൂരികളായുള്ള സൂരികളെല്ലാരും ചീറാതെ നിന്നു പോറുക്കേണമേ. ഇവിടെ സ്വയം വിനയന്നതനായിട്ട് പറയുന്നു, ശ്രീമദ് ഭാഗവതം എന്ന ആ മഹത് ഗ്രന്ഥം ഒരു കാടായി ചൊല്ലാൻ എനിക്ക് അറിയില്ല. പക്ഷെ അത് ചൊല്ലാനും എഴുതാനും ഒരു താല്പര്യം എനിക്കുണ്ട്. അത് എൻ്റെ മൂഢത കൊണ്ടാണ് എന്ന് ചെറുശ്ശേരി പറയുന്നു. ഭൂരികളായുള്ള സൂരികൾ എല്ലാവരും പണ്ഡിതന്മാരായി ഇവിടെ ഒരു പാടുപേരുണ്ട്. അവരൊക്കെ ചീറാതെ ദേഷ്യപ്പെടാതെ എൻ്റെ ആഗ്രഹം നിറവേറാൻ സന്മനസ് ഉണ്ടാകണമേ. എൻ്റെ ഒരു ആഗ്രഹത്തിന് ഞാൻ രചിക്കാൻ തുടങ്ങുന്നു, ക്ഷമിക്കുമല്ലോ. സംസാരമോക്ഷത്തിൻ കാരണമായതോ വൈരാഗ്യമെന്നല്ലോ ചൊല്ലി കേൾപ്പൂ. എന്നതു തന്നെ വരുത്തി നിന്നിടുവാൻ ഇന്നിതു തന്നെ ഞാൻ നിർമ്മിക്കുന്നു. ഇങ്ങനെ ഒരു ആഗ്രഹം വരാൻ കാരണം ഈ സംസാരമോക്ഷത്തിന് വൈരാഗ്യം വരുത്തേണം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് വരുത്താൻ ഈ ഭാഗവതം, അതിൽ തന്നെ പ്രത്യേകിച്ച് കൃഷ്ണഗാഥ, കൃഷ്ണന്റെ ലീലകൾ കേൾക്കുന്നതാണ് വളരെ നല്ലതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇന്ന് നിർമ്മിക്കാൻ പോകുന്നത്. ബോധമില്ലാതെ ഞാൻ ഏതുമേ വല്ലാതെ ഗാഥയായി ചൊല്ലുന്നു ഭാഷയായി. നിർഗുണനായുള്ളോരീശനെ കൊണ്ടല്ലോ നിർഗുണമായതു ചേരുമപ്പോൾ. കാടായി ചൊല്ലിയിലും കൈഢവ വൈരിതൻ നീടാർന്നു നിന്നുള്ള ലീലയല്ലോ. ഞാനിത് കാടായി ചൊല്ലുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എങ്ങനെ പറഞ്ഞാലും നിർഗുണ പരബ്രഹ്മമായ ആ ഭഗവാന്റെ സഗുണാകാരത്തിലുള്ള കൈടഭ വൈരിയായ ഭഗവാൻ കൃഷ്ണന്റെ സഗുണരൂപത്തിലുള്ള മനോഹരമായ ലീലകൾ ആണല്ലോ. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ പറഞ്ഞാലും ഭംഗിയാണ്. എന്നത് കൊണ്ടെനിക്ക് ഉള്ളിലേതുമേ മന്ദത ഇന്നിതു നിർമ്മിക്കുമ്പോൾ. മാധവ നാമമരപ്രഭുവെന്നതോ മാഭാവം പോക്കുന്നോൻ എന്ന് കേൾപ്പൂ. ഭഗവാനെ എങ്ങനെ വിളിച്ചാലും ഭഗവാൻ അതൊരു വിഷയമേ അല്ല. മരപ്രഭു എന്ന് വിളിച്ചതിൽ ഭഗവാൻ അത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പൂന്താനം അബദ്ധത്തിൽ മരപ്രഭു എന്ന് വിളിച്ചപ്പോൾ ഭഗവാൻ അത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടത്രേ. മാത്രമല്ല അനുഗ്രഹിക്കുകയും ചെയ്തു അത്രേ. ഇങ്ങനെ ഭഗവാനെ കുറിച്ച് എങ്ങനെ പറഞ്ഞാലും ഉള്ളിൽ ആ സ്മൃതിയോടെ ഭഗവത് സ്മൃതിയോടെയാണ് പറയുന്നതെങ്കിൽ ഭഗവാന് അത് അത്രയും ഇഷ്ടമുള്ളത് തന്നെ.
എന്നതു കൊണ്ടു ഞാൻ വന്ധ്യരായുള്ളോരെ വന്ദിച്ചു കൊണ്ടിതു നിർമ്മിക്കുന്നു. അതുകൊണ്ട് തന്നെ വന്ദിതരായുള്ളവരെ വന്ദിച്ചുകൊണ്ട് തന്നെ അവരെ എല്ലാം ഓർത്തുകൊണ്ട് ഭഗവാൻ കൃഷ്ണനെയും ഗണപതിയെയും സരസ്വതിയെയും വ്യാസശ്രേഷ്ഠനെയും ഒക്കെ വന്ദിച്ചുകൊണ്ട് ഞാനിതാ കൃഷ്ണഗാഥ നിർമ്മിക്കുന്നു. പാലാഴി മാധൂതൻ പാലിച്ചു പോരുന്ന കോലാദിനാഥനൂദയവർമ്മൻ ആജ്ഞയെ ചെയ്കയാൽ അജ്ഞനായുള്ള ഞാൻ പ്രാജ്ഞനെന്നിങ്ങിനെ ഭാവിച്ചിപ്പോൾ ദേവകി സൂനുവായി മേവി നിന്നിടുന്ന കേവലൻ തന്നൂടെ ലീല ചൊൽവാൻ ആവതല്ലെങ്കിലും ആശ താൻ ചെൽകയാൽ ആരംഭിച്ചിടുന്നേൻ ആയവണ്ണം. ഇവിടെ കോലാദിനാഥൻ കോലത്തെ രാജാവായ ഉദയവർമ്മൻ ആദ്യം പറഞ്ഞ പോലെ അദ്ദേഹമാണ് എന്നോട് ഇങ്ങനെ ഒരു കൃഷ്ണഗാഥ ചെയ്യണമെന്ന് പറഞ്ഞത്. അങ്ങനെ രാജാവായുള്ള ഉദയവർമ്മന്റെ ആജ്ഞയെ അനുസരിച്ച് അജ്ഞനായുള്ള ഞാൻ, അതായത് സ്വയം പറയുകയാണ് ഇവിടെ, ഇങ്ങനെയുള്ള ഭാഗവതമൊന്നും പറഞ്ഞു തരാനുള്ള കഴിവൊന്നും എനിക്കില്ല, എന്നാലും ഞാനിപ്പോൾ പ്രാജ്ഞനാണ്, ഒരു പണ്ഡിതൻ എന്ന് ഭാവിച്ച് പറയുവാൻ തുടങ്ങുകയാണ്. ദേവകി സൂനുവായ മേവി നിന്നിടുന്ന കേവലൻ, തന്നെ ആ പരബ്രഹ്മ മൂർത്തിയാണ് ഒരു അവതാരമെടുത്ത് വന്നത്. ദേവകിയുടെ മകനായിട്ട് ആ ഭഗവാന്റെ ലീല ചൊൽവാൻ ആവതല്ലെങ്കിലും എൻ്റെ ആഗ്രഹമാണ്, ആശതാൻ. അതുകൊണ്ട് ഞാൻ രചിക്കാൻ ആരംഭിച്ചിടുന്നേൻ. ഹരിശരണം.